ഹലോ സുഹൃത്ത്, നമസ്കാരം. ദ എഫേർട്ട് എന്ന് പറയുന്ന പോലെ തന്നെ നിരന്തരമായിട്ടുള്ള പരിശ്രമം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് വിജയിച്ച പല വ്യക്തികളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് കൺസിസ്റ്റൻസി. ഇപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പരിശ്രമം. ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമിനും വിജയിച്ച വ്യക്തികളുടെ രഹസ്യം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒന്ന്, അതായത് അവരുടെ നിരന്തരമായിട്ടുള്ള എഫേർട്ടാണ്, കൺസിസ്റ്റൻസിയാണ്. അപ്പൊ നമുക്കും വേണ്ടത് ഇത് തന്നെയാണ്, അതായത് കൺസിസ്റ്റൻസി. അപ്പോൾ ഇന്ന് മെയ് 29 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 മെയ് 28 പ്രകൃതി 2024 ആരംഭിച്ച മന്ത്രാലയം ഏത്? കേന്ദ്ര ആയുഷ് മന്ത്രാലയം. ഇപ്പം കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് പ്രകൃതി 2024 എന്ന പേരിൽ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ് ആണ്. ഇപ്പൊ CCRAS എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡി, ഒരു സ്വയംഭരണ സ്ഥാപനമാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്, അതായത് പ്രകൃതി 2024. ഇപ്പൊ CCRAS എന്നാൽ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ്. ഇത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. പ്രകൃതി 2024 എന്ന് പറഞ്ഞാൽ ഫാർമ റിസർച്ച് ഇൻ ആയുർഗ്യാൻ ആൻഡ് ടെക്നോ ഇന്നൊവേഷൻ. പ്രഗതി 2024 ആണ് ഈ കഴിഞ്ഞ മെയ് 28, അതായത് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ റിസർച്ച് ആണ്, ആയുർവേദ മേഖലയിലുള്ള റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി 2024 മിനിസ്ട്രി ഓഫ് ആയുഷിന് കീഴിൽ CCRAS എന്ന് പറയുന്ന സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിന്റെ ഒരു പ്രോഗ്രാമാണ്. 2024 മെയ് 24 ഉണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിൽ 2000-ലധികം ആളുകളെ നഷ്ടപ്പെട്ട രാജ്യം ഏത്? പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യം. ഈ രാജ്യത്ത് ഈ കഴിഞ്ഞ മെയ് 24 വലിയൊരു മണ്ണിടിച്ചിൽ നടന്നു. മിക്കവാറും പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ്, പത്രങ്ങളിൽ ഫോട്ടോ ഉൾപ്പെടെ വന്നിട്ടുള്ള വാർത്തയാണ്. ഇന്റർനാഷണൽ പേജിൽ 2000-ഓളം പേരാണ് അന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വലിയൊരു ലാൻഡ് സ്ലൈഡ് ആയിരുന്നു, അതായത് മണ്ണിടിച്ചിൽ ആയിരുന്നു പാപ്പുവ ന്യൂഗിനിയ എന്ന രാജ്യത്ത് നടന്നിട്ടുള്ളത്. പാപ്പുവ ന്യൂഗിനിയ രാജ്യത്ത് എൻഗ റീജിയനുള്ള മൗണ്ടനിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്, അതായത് ഇന്ത്യ $1 മില്യൺ സഹായമാണ് നീട്ടിയിട്ടുള്ളത്. അതായത് റിഹാബിലേഷനും റിലീഫിനും പുതിയ റീകൺസ്ട്രക്ഷനും വേണ്ടിയാണ് $1 മില്യൺ ഒരു സഹായം ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നുള്ള ഒരു സഹായം ആയിട്ട് നീട്ടിയിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഒരു 8.5 കോടി രൂപ വരുന്ന ഒരു സഹായമാണ് ഇന്ത്യ ഇപ്പോൾ പാപ്പുവ ന്യൂഗിനിയ എന്ന രാജ്യത്തേക്ക് വേണ്ടി സഹായിച്ചിട്ടുള്ളത്. പാപ്പുവ ന്യൂഗിനിയ എന്ന രാജ്യം ഇത് ഏതാണ്ട് ഓസ്ട്രേലിയയുടെ വടക്ക് ഭാഗത്ത് വരുന്ന ഒരു ഐലൻഡാണ്. അതായത് ഇന്തോനേഷ്യ എല്ലാം ഇതിനടുത്ത് വരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇതിന്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് മോസ്ബി. 1993 ഇന്ത്യൻ നാവികസേനക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചതും 2024 മെയ് 27 പരീക്ഷണത്തിനായി കടലിലേക്ക് അയച്ചതുമായ ആദ്യത്തെ യുദ്ധക്കപ്പലിന്റെ പേര്? ഡൈവിംഗ് സപ്പോർട്ട് വെസൽ എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ, ഇതിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ ഈ ഒരു യുദ്ധക്കപ്പലിന്റെ ആരംഭം, ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് 1993 ഈ കഴിഞ്ഞ മെയ് 27 ഇതിന്റെ ആദ്യത്തെ സീ ട്രയൽ ആണ് നടത്തിയിട്ടുള്ളത്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ആദ്യത്തെ ഒരു വാർഷിപ്പ് ആണ്, യുദ്ധക്കപ്പലാണ് ഡൈവിംഗ് സപ്പോർട്ട് വെസൽ. ഇപ്പൊ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇതെവിടെയാണ്? ഇത് വിശാഖപട്ടണത്താണ്. ഇപ്പൊ ഇന്ത്യക്ക് ഇപ്പോൾ പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനീസ് ഉണ്ട്. ഒന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മറ്റൊന്ന് പറയുമ്പോൾ മെസഗോൺ ഡോഗ്, ഇത് മുംബൈയിലുള്ള മെസഗോൺ ഡോഗ്. മൂന്നാമത്തേത് പറഞ്ഞാൽ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഇത് കൊൽക്കട്ടയിൽ. കൂടാതെ ഉള്ള ഒന്നാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഇത് വിശാഖപട്ടണത്താണ്. 93 ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ അവസാനത്തെ ഒരു വെസൽ നിർമ്മാണം ഇത് INS സുജാതയായിരുന്നു. കൊറിയയുടെ സഹായത്തോടു കൂടിയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് INS സുജാത എന്ന കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത്. ഗുഡ്കയും പാൻ മസാലയ്ക്കും 1 വർഷത്തെ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? തെലങ്കാന സർക്കാരിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്, അതായത് ഗുഡ്ക, പാൻ മസാല എന്നിവ 1 വർഷത്തേക്ക് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം. തെലങ്കാന സർക്കാർ ഇതിന്റെ മാനുഫാക്ചറിംഗ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ എന്നിവ 1 വർഷത്തേക്ക് നിർത്തിയിരിക്കുകയാണ്, അതായത് ബാൻ ചെയ്തിരിക്കുകയാണ് ഗുഡ്ക, പാൻ മസാല എന്നിവയെല്ലാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു ബാൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളമാണെങ്കിൽ 2023 ജൂലൈ 6 ഇത്തരത്തിലുള്ള ഒരു
ബാൻ ഏർപ്പെടുത്തിയിരുന്നു. അതായത് മാനുഫാക്ചർ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ, സെയിൽ ഓഫ് ഗുഡ്ക ആൻഡ് പാൻ മസാല. പുകയിലുമായി ബന്ധപ്പെട്ട് കൃഷി നടത്തുന്നവർക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോഴത്തെ പുതിയൊരു തെലങ്കാന സർക്കാരിന്റെ ഈ ഒരു നിരോധനം. നേപ്പാൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? 28 മെയ്. ഓരോ രാജ്യത്തും വളരെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് സ്വാതന്ത്ര്യദിനം, മറ്റൊന്ന് റിപ്പബ്ലിക് ഡേ. നേപ്പാളിന്റെ റിപ്പബ്ലിക് ദിനമാണ് 28 മെയ്. 17ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഈ കഴിഞ്ഞ 2024 മെയ് 28 തീയതി നേപ്പാൾ ആഘോഷിച്ചിട്ടുള്ളത്. 2008 മെയ് 28 തീയതിയാണ് നേപ്പാൾ റിപ്പബ്ലിക് ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു വേളയിൽ പ്രസിഡന്റ് രാമചന്ദ്ര പൊതുവാൾ അറിയിച്ചത്, അതായത് ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സംവിധാനം രാജ്യത്ത് സമ്പൂർണ്ണ രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ അറിയിച്ച സന്ദേശമാണ്, റിപ്പബ്ലിക് സംവിധാനം ഒരു രാഷ്ട്രീയ സംവിധാനം മാത്രമല്ല, ഇതൊരു ജീവിതശൈലി കൂടിയാണെന്നാണ്. നേപ്പാളിന്റെ പ്രസിഡന്റ് ആണ് രാമചന്ദ്ര പൗഡൽ. അതുപോലെ തന്നെ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പുഷ്പകുമൽ ദഹൽ പ്രചണ്ഡ. മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് നേടിയ മൊണോക്കോയിൽ നിന്നുള്ള ഫെറാറി ഡ്രൈവറുടെ പേര് ചാൾസ് ലെക്ലർക്ക്. മൊണോക്കോ എന്ന രാജ്യത്ത് ആദ്യമായിട്ട് ഒരു മൊണോക്കോ താരം തന്നെ ഗ്രാൻഡ് പ്രിക്സ് കരസ്ഥമാക്കി. അത് ചാൾസ് ലെക്ലർക്കാണ്. ഈ കഴിഞ്ഞ മെയ് 26 ഞായറാഴ്ചയായിരുന്നു മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് നടന്നിട്ടുള്ളത്. ഇതിലാണ് ചാൾസ് ലെക്ലർക്ക് മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് 92 വർഷം മുമ്പ് 1931 ലൂയിസ് ചെറോൺ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ചാൾസ് ലെക്ലർക്ക് ആണ് ഈ ഒരു സ്ഥാനം, അതായത് ഫെറാറി ഡ്രൈവർ ആയിട്ടുള്ള ചാൾസ് ലെക്ലർക്ക് ആദ്യത്തെ ഒരു ഡ്രൈവർ മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് കരസ്ഥമാക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ തൊട്ടുപുറകെ മെക്ലാറന്റെ ഓസ്കാർ പിയാസ്ട്രിയും 3ാം സ്ഥാനത്ത് ഫെറാറിയുടെ കാർലോസ് സൈൻസും ഈ ഒരു ഗ്രാൻഡ് പ്രിക്സ് പൂർത്തിയാക്കി. 3.337 കിലോമീറ്ററിന്റെ 78 ലാപ്സ് ആണ്, 78 പ്രാവശ്യത്തെ ഒരു സർക്കിൾ ആണ് ഈ ഒരു ഗ്രാൻഡ് പ്രിക്സിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് പറയുമ്പോൾ ഏതാണ്ട് 260 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ് മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ്. ഇത് നടന്നിട്ടുള്ളത് മെയ് 26 തീയതി മോണ്ടെ കാർലോ എന്ന സ്ഥലത്താണ്. ഇന്നലെ മെയ് 28 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി മാറിയ രാജ്യം ഏതാണ്? ഇതിന്റെ ഉത്തരം ചൈന. മിക്കവാറും പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒന്നായിരുന്നു UAE ആയിരിക്കുമെന്ന്. UAE ആയിട്ട് ഇന്ത്യ നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് ചൈനയാണ് ഇന്ത്യയായിട്ടുള്ള ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നിട്ടുള്ള ഒരു രാജ്യം. തൊട്ടുപുറകെ USA ആണ്, 3ാം സ്ഥാനത്താണ് UAE. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 മെയ് 28 പ്രകൃതി 2024 ആരംഭിച്ച മന്ത്രാലയം ഏത്? കേന്ദ്ര ആയുഷ് മന്ത്രാലയം. 2024 മെയ് 24 ഉണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ 2000-ലധികം ആളുകളെ നഷ്ടപ്പെട്ട രാജ്യം ഏത്? പാപ്പുവ ന്യൂഗിനിയ. 1993 ഇന്ത്യൻ നാവികസേനക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ചതും 2024 മെയ് 27 പരീക്ഷണത്തിനായി കടലിലേക്ക് അയച്ചതുമായ ആദ്യത്തെ യുദ്ധക്കപ്പലിന്റെ പേര് ഡൈവിംഗ് സപ്പോർട്ട് വെസൽ. ഗുഡ്കയ്ക്കും പാൻ മസാലയ്ക്കും 1 വർഷത്തെ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? തെലങ്കാന സർക്കാർ. നേപ്പാൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? 28 മെയ്. മൊണോക്കോ ഗ്രാൻഡ് പ്രിക്സ് നേടിയ മൊണോക്കോയിൽ നിന്നുള്ള ഫെറാറി ഡ്രൈവറുടെ പേര് ചാൾസ് ലെക്ലർക്ക്. ഇന്ന് മെയ് 29 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് ഡാൻസ് ഫോം ഓഫ് കേരള വാസ് കോൾഡ് ബൈ ജവഹർലാൽ നെഹ്റു ആസ് പൂർ മാൻ കഥകളി? ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിളിച്ച കേരളത്തിലെ ഏത് നൃത്തരൂപമാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.